കടന്നു പോകുന്നത്. ഓരോ ദിവസങ്ങളാണ് അവൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലേക്ക് മരണം കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല മരണം കൊടുത്താൽ അവന്റെ മുമ്പിലേക്ക് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു കഴിഞ്ഞാൽ പടച്ച റബ്ബേ അവന്റെ ജീവിതത്തിൽ പിന്നീട് അവനിക്കുള്ള പുതിയൊരു ജീവിതത്തിന്റെ മുമ്പിലേക്ക് അവന് കടന്നു ചെല്ലുകയാണ്. മനുഷ്യർ ഒരുപാട് ലോകത്തിലൂടെ കടന്നിട്ടാണ് ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലേക്ക് എത്തിയത്. ആലമുൽ അർഹാമും ആലമുൽ അർവാഹും എല്ലാം കഴിഞ്ഞിട്ടാണ് പടച്ച തമ്പുരാൻ ഇതാ അല്ലാഹു തആല ദുനിയാവിലേക്ക് മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഉമ്മാന്റെ ഗർഭാശയം അതേപോലെ തന്നെ റൂഹുകളുടെ ലോകം ഇതെല്ലാം കടന്നിട്ട് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ അവൻ 10 മാസം ജീവിച്ചു. അതിന്റെ മുമ്പ് റൂഹുകളുടെ ഒരു ലോകമുണ്ടായിരുന്നു. ആ റൂഹുകളുടെ ലോകത്ത് അവൻ ജീവിച്ചു. എന്നിട്ട് അവൻ ആ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പടച്ചു തമ്പുരാൻ ദുനിയാവിന്റെ ഈ തൊലിക്ക് മുകളിലേക്ക് നമ്മെ വിടുന്നതിന്റെ മുമ്പ് ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യനെ പഠിപ്പിച്ചു. അതിന്റെ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യരായ നമ്മൾ അതൊന്നും തന്നെ അറിയാതെ പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലേക്ക് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നൊരു സമയമുണ്ടല്ലോ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ മരണത്തോടു കൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് മനുഷ്യന് കടക്കുകയാണല്ലോ. അവന്റെ ജീവിതത്തിൽ ദുനിയാവിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മ തിന്മകളെയും വേർതിരിക്കുന്ന പടച്ച റബ്ബേ, നന്മക്ക് പ്രതിഫലം കൊടുക്കുന്ന, ശിക്ഷക്ക് ശിക്ഷ കൊടുക്കുന്ന, തെറ്റുകൾ ചെയ്തിട്ട് അതിന് പടച്ച തമ്പുരാനെ ഒരുപാട് തെറ്റുകൾ ചെയ്തവനക്ക് അതിന്റെ വിലയിരുത്തലുകൾ നടത്തപ്പെടുന്ന ഒരു ദിവസം ഏതൊരു മനുഷ്യനും ദുനിയാവിൽ നിന്ന് കടന്നു പോയാൽ വരാനുണ്ടോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിൽ വരാനുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമ്മോട് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് നമ്മോട് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, മഹ്ശറ ലോകമുണ്ട്, ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ ഖബറുണ്ട്, ഖബറിൽ മനുഷ്യന്റെ ചോദ്യമുണ്ട്, പിന്നീട് മനുഷ്യന്റെ മുമ്പിലേക്ക് അല്ലാഹുവേ അവിടുന്നതാ അല്ലാഹുവേ പടച്ചുറമ്പേ മഹ്ശറ വരാനുണ്ടല്ലോ. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ദുനിയാവിലേക്ക് ഓർമ്മപ്പെടുത്തിയിട്ടാണ് മനുഷ്യരെ പടച്ച റബ്ബ് ഇവിടേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. അതാ അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, വലൗ അന്നാ ഇദാ മുത്നാ തുരികനാ, മരണത്തോടെ അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് മാത്രമല്ല ആഖിറം എന്നൊരു ജീവിതവും മനുഷ്യന് ഇല്ലായിരുന്നുവെങ്കിലോ അവന്റെ ജീവിതത്തിൽ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യ, അവന്റെ ജീവിതത്തിൽ പടച്ച റബ്ബേ പിന്നെ എല്ലാം സുഖമാണല്ലോ. മരണത്തിന്റെ ശേഷം പിന്നീട് ഒരു ജീവിതം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിലോ പിന്നീട് അവനിക്ക് സുഖമാണല്ലോ, അവനിക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ. ഇവിടെ അവന് കൂടുതൽ പണിയെടുക്കേണ്ടതില്ലല്ലോ, ഇവിടെ അവന് പ്രയാസപ്പെടേണ്ടതില്ലല്ലോ. വീണ്ടും മഹാനവറുകൾ പറയുകയാ, വലാകിന്ന ഇദാ മുത്നാ ബുഇസ്നാ, മരിച്ചാൽ അല്ലാഹുവേ ഒരു പുനർജന്മം നടത്തുകയാണ്, ഒരു പുനർജന്മം മനുഷ്യന് വരാനുണ്ടല്ലോ. വനസ്അലു ബഅദാ അൻ കുല്ലി ശൈഇ, അല്ലാഹുവേ മരണത്തിന്റെ ശേഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു ജീവിതം കൂടെ കടന്നു വരാനുണ്ടോ? അവിടെ നിന്ന് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാ,
അതിനെക്കുറിച്ചെല്ലാം അവിടുന്ന് ചോദിക്കുകയാണ്. പടച്ച തമ്പുരാനെ, അതുകൊണ്ട് മരണസമയത്ത് നമുക്ക് വിജയിക്കണമല്ലോ. എന്നാലേ ഖബറിൽ നമ്മൾ വിജയിക്കാൻ കഴിയൂ, എന്നാലേ നമുക്ക് മഹ്ശറിൽ വിജയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് പടച്ച റബ്ബേ വിജയികളായിട്ട് വേണം ദുനിയാവിൽ നിന്ന് തന്നെ കടന്നു പോകാൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ച റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത മഹാനാണല്ലോ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത മഹാനായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അതാ തന്റെ ജീവിതത്തിൽ മരണം ഇങ്ങനെ കടന്നു വരുന്നുണ്ടെന്ന് അറിവ് ലഭിച്ചപ്പോൾ അല്ലാഹുവേ മരിക്കുകയാണെന്നുള്ള ബോധം തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ മഹാനവറുകൾ അതാ തന്റെ ഭാര്യ അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, ഇന്നിതാ എന്റെ മരണം അടുത്തിരിക്കുകയാണല്ലോ, ഞാനിതാ മരിക്കാൻ വേണ്ടി പോവുകയാണ്. നിന്റെ ജീവിതത്തിലോ ഇത്രയും കാലം നിന്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടോ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിഷമം നിനക്കുണ്ടായിട്ടുണ്ടെങ്കിലോ നീ എനിക്ക് പൊരുത്തം തരണേ, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. പടച്ച റബ്ബേ എന്നവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണല്ലോ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ കയ്യെ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുകയാണോ. അല്ലാഹുവേ, ഒരുപാട് ഉപദേശങ്ങൾ അവിടുന്ന് കൊടുത്തു. കുറച്ചു നേരം തന്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, പെണ്ണേ, ഈ റൂമിൽ നിന്ന് പെട്ടെന്നൊന്ന് പുറത്തു പോകണേ പെണ്ണ്. കാരണം എന്താണെന്നറിയോ? കാരണം എന്താണെന്നറിയോ? മനുഷ്യരല്ല, ജിന്നുകളല്ലാത്തൊരു വിഭാഗം ഇതാ എന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണോ, എന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണോ. പടച്ചുറപ്പേ, ഇതവിടെ നിന്ന് പറയുമ്പോ അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വല്ലാത്ത വിഷമമാവുകയോ. കാരണം ഒരു ഭർത്താവിന്റെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട സമയമാണല്ലോ. പടച്ചുറപ്പേ, ഭർത്താവ് മരണപ്പെടുകയാണെന്നറിഞ്ഞിട്ടോ ആ സമയത്ത് ഭാര്യയ്ക്ക് തന്റെ കൂടെ ഇരിക്കാൻ അവസരമില്ലെങ്കിലോ, ഭർത്താവിന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ അവസരമില്ലെങ്കിലോ പടച്ചുറപ്പേ, ആ ഭാര്യയ്ക്ക് വല്ലാത്ത വിഷമമാകുമല്ലോ. അതാ മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയോ, പെണ്ണെ വിഷമിക്കല്ല പെണ്ണ്, എന്ന് പുറത്തേക്ക് പോകുമോ, ഒന്ന് പുറത്തേക്ക് പോകുമോ. പടച്ചുറപ്പേ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യതാ പടച്ചുറപ്പേ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അതാ മഹാനവറുകൾ സലാം പറയുകയാ. അസ്സലാമു അലൈക്കും യാ അസ്റായീൽ. അതാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സലാം പറയുകയാണല്ലോ. അസ്റായീലിനോട് സലാം പറഞ്ഞു. എന്നിട്ടോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട് ഉമ്മ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. പടച്ച റബ്ബേ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന, തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന, അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗ്ഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട്. ആർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം എന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയട്ടെയോ, തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. പരലോകത്ത് പടച്ചു തമ്പുരാനുണ്ടാക്കി വെച്ചൊരു ഭവനമുണ്ടല്ലോ. പടച്ചറമ്പേ, ഒരുപാട് സ്വർഗങ്ങളെ കൊണ്ട്, ഒരുപാട് സ്വർണ്ണ നാണയങ്ങളെ കൊണ്ട്, പടച്ചറമ്പേ ഒരുപാട് മണിമന്ദിരങ്ങളെ കൊണ്ട്, ഒരുപാട് പവിഴങ്ങളും സ്വർണങ്ങളും നിറക്കപ്പെട്ടതായ പടച്ചു തമ്പുരാന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗലോകം നാളെ പടച്ചുറപ്പേ കാത്തിരിക്കുന്നത് ആരെയാണെന്നറിയോ? നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അതിനെ നാം
ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഗുണകാംക്ഷിയായി പടച്ചുറപ്പെ ജീവിച്ചു പോന്നവരാരാ? അവർക്കുള്ളതാണ് സ്വർഗം. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് കടന്നുപോയ ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു ആ സ്വർഗത്തിന്റെ പരിമളം പോലും അല്ലാഹു കൊടുക്കുന്നില്ല. ആ ആയത്തിന്റെ അവസാനം പറയുകയാ, വൽആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവേ പടച്ചുറപ്പേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചവരെന്ന് പറയുമോ? ഏറ്റവും കൂടുതൽ വിജയിച്ചവരാരാ? നാളെ പടച്ചുറപ്പേ ആഖിബത്ത് നന്നായവരാരാ? മുത്തഖീങ്ങളാണ്, മുത്തഖീങ്ങളാണ് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ പടച്ചുറപ്പേ ഈ ആയത്ത് അവിടുന്ന് ഓതിക്കൊണ്ടാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത്. ഈ ആയത്ത് ഓതിയിട്ടാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത്. പടച്ചുറപ്പേ ഈ ആയത്തങ്ങ് ഓതിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബേ ലോകത്തോട് വിട പറയുകയാ. അതാ തന്റെ പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും മഹാനവറുടെ ജനാസ കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയിട്ട് കബറടക്കുമ്പോ പടച്ചുറപ്പേ ഖബറിലേക്ക് വെക്കുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയോ? മരിച്ചു കിടക്കുമ്പോ മുഖത്ത് എന്തൊരു പുഞ്ചിരിയാണെന്നറിയോ? ആ മുഖത്ത് എന്തൊരു പുഞ്ചിരിയാണെന്നറിയോ? പടച്ചുറപ്പേ തന്റെ ജനങ്ങളെ മുഴുവനും അതാ മാനവരുകളെ ഖബറിലാക്കിയിട്ടോ പടച്ചുറപ്പേ തന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് തന്റെ ഭാര്യയോട് ചോദിക്കുകയാണല്ലോ, പെണ്ണെ നീ ഏറ്റവും കൂടുതൽ വിഷമത്തിലിരിക്കുന്ന സമയമാണെന്നറിയാ, എന്നിരുന്നാലും ഞങ്ങൾക്കൊന്ന് അറിയാനുള്ള ഏറ്റവും വലിയ താല്പര്യമുണ്ടോ? മാനവരുകൾ ഇന്ന് പടച്ചുറപ്പേ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ അതാ പരിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതുപോലെ അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാ. വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് അവിടുന്ന് ഓതിയിട്ടുണ്ടല്ലോ. മാത്രമല്ല അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തേ അതിനുള്ള കാരണമൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ. അതിനുള്ള കാരണം എന്താണെന്നറിയോ? അതിനുള്ള കാരണം എന്താണെന്നറിയോ? മാനവരുകൾ പടച്ചുറപ്പേ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സൂക്ഷിച്ചവരായിരുന്നു. പടച്ചു തമ്പുരാനെ വല്ലാതെ പേടിച്ചവരായിരുന്നു. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ തന്റെ ഹൃദയത്തേക്ക് ചേർത്ത് കൊച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്, അല്ലാഹു തആല കൊടുത്ത പ്രതിഫലമാണ്. പടച്ചുറപ്പേ ഇത്രത്തോളം വലിയ അനുഗ്രഹം അവിടെ നിന്ന് ലഭിക്കാനുള്ള കാരണമൊന്ന് ആലോചിച്ചു നോക്കൂ. പടച്ചു തമ്പുരാനെ മറന്നിട്ടില്ല. എത്ര വലിയ സുഖ സൗകര്യങ്ങൾ കടന്നു വന്നപ്പോഴും അല്ലാഹുവിനെ മറന്നിട്ടില്ലല്ലോ. വരാനിരിക്കുന്ന ജീവിതത്തിലേക്കോ വരാനിരിക്കുന്ന ലോകത്തേക്കുള്ളതെല്ലാം അദ്ദേഹം മഹാനവറുകൾ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. പടച്ചുറപ്പേ ഖബർ വരാനുണ്ടോ, ഹിസാബ് വരാനുണ്ട്, മഹ്ശറ വരാനുണ്ടോ, സിറാത്ത് വരാനുണ്ടോ, റബ്ബേ നരകം നമ്മെ കാണിക്കാനുണ്ട് ഉമ്മാ എന്നുള്ള ചിന്ത ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോ, എന്നുള്ള ഓർമ്മയങ്ങ് ലോകത്തോ തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിനെ ഒരു നിമിഷം പോലും മാറ്റിവെക്കാൻ പടച്ചുറപ്പേ മഹാനവറുകളുടെ മനസ്സ് അനുവദിച്ചില്ല. ഇതായിരുന്നു എന്റെ പ്രിയമുള്ളവരെ അവിടൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ. പടച്ചുറപ്പിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞുകൊണ്ട് നാളത്തെ ലോകത്തേക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റിവെച്ചവരാ, നാളത്തെ ലോകത്തേക്ക് വേണ്ടിയിട്ട് ജീവിച്ചവരാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും ലോകത്തോട് വിട പറയുമല്ലോ. പക്ഷേ നാളെ വരാനിരിക്കുന്ന ലോകത്തേക്ക് പടച്ചുറപ്പേ ഞാനും നിങ്ങളും എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, പടച്ചുറപ്പേ ഇതാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇന്ന് തന്നു നാളെയും ജോലിക്ക് പോയി പടച്ചുറപ്പേ എന്തെങ്കിലും കഴിച്ചു, മറ്റന്നാളും ജോലിക്ക് പോയി അന്നത്തെ ദിവസം കിട്ടുന്ന പണം കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. ഇത് മാത്രമല്ലല്ലോ ജീവിതമെന്ന് പറഞ്ഞ, ഇത് മാത്രമല്ലല്ലോ ജീവിതമെന്ന് പറഞ്ഞ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ കഴിച്ചു കൂട്ടാനുള്ളതല്ലല്ലോ. പടച്ചുറപ്പേ
നമസ്കാരവും നോമ്പും സക്കാത്തുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബാധ്യതയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ തൊലിക്കുമ്പുകളിൽ ഒരുപാട് നിയമങ്ങൾ നമുക്ക് പാസാക്കി തന്നിട്ടുണ്ടല്ലോ. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കുന്നുണ്ടോ? നമ്മൾ അറിയുന്നുണ്ടോ? അല്ലാഹുവേ, നീ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ മനുഷ്യരായ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്, അല്ലേ? ഒരുപാട് നിയമങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഈ നിയമങ്ങളെല്ലാം അനുസരിക്കുക എന്നതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധ്യതയാണ്, നിർബന്ധമാണ്. നമ്മൾ അതെല്ലാം പാലിച്ചു കൊണ്ട് വേണം ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ നമ്മൾ നടക്കാൻ. അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആ നിയമങ്ങളെല്ലാം പാലിച്ച് തൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് പടച്ചുറപ്പ് ആത്മാർത്ഥമായി ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള മഹാന്മാർ അവരുടെ ജീവിതത്തെ സന്തോഷപ്പെടുത്തി. അതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് ഖൈർ കൊടുത്തു. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മുത്തഖീങ്ങളെ പോലെ സ്വാലിഹീങ്ങളെ പോലെ നടക്കാൻ അവസരം കൊടുത്തു. പടച്ച തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബേ, മരണത്തെക്കുറിച്ചെങ്ങാനും ആരെങ്കിലും പറയുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് അങ്ങ് ഓർത്തു കഴിഞ്ഞാൽ തന്റെ ശരീരത്തിന്റെ രോമങ്ങളുടെ ദ്വാരങ്ങളുണ്ടല്ലോ, അതിലൂടെ അല്ലാഹുവേ അവിടുന്ന് രക്തം പുറത്തു വരുമായിരുന്നുവത്രേ. അവിടുന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, മയ്യത്ത് കണ്ടാൽ അവിടുന്ന് തളർന്നു വീഴുമായിരുന്നുവല്ലോ. പടച്ച റബ്ബേ, മയ്യത്ത് കണ്ടാ പിന്നെ ഭക്ഷണം കഴിക്കില്ലായിരുന്നു. അത്രത്തോളം ഭയമായിരുന്നല്ലോ, അത്രത്തോളം പേടിയായിരുന്നു ദുനിയാവിന്റെ തൊലിക്കുമ്പുകളിൽ ജീവിക്കാൻ. ഒരിക്കലതാ ഒരു മയ്യത്ത്, ഒരു ജനാസയിലെ മഹാനവറുകൾ പങ്കെടുക്കുകയാണല്ലോ. ഉസൈദ് ഇബ്നു ഹുദൈറ റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, ഒരു ജനാസയിൽ പങ്കെടുക്കുമ്പോ അതാ പടച്ച റബ്ബേ ഒരു ജനാസയിൽ പങ്കെടുത്തു. അതിന്റെ ശേഷം അതാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ മയ്യത്തിനെ അങ്ങ് ഖബറിലേക്ക് വെക്കുന്ന രംഗമെന്ന് കണ്ടപ്പോ റബ്ബേ അവിടുന്ന് തളർന്ന് വീഴുകയാ. ആളുകളെല്ലാവരും പിടിക്കുകയാണ്. പടച്ച റബ്ബേ, എന്നിട്ടോ മഹാനവറുകളെ അതാ തന്റെ വീട്ടിലേക്ക് ആ മയ്യത്ത് കട്ടിലിൽ ചുമന്നിട്ടാണ് ഇത്ര ജനങ്ങൾ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അല്ലാഹുവേ, നമ്മളൊക്കെ എത്ര മയ്യത്ത് കണ്ടിട്ടുണ്ട് ഉമ്മ, നമ്മളൊക്കെ എത്ര മയ്യത്ത് കുളിപ്പിച്ചവരാണ്, എത്രയോ മയ്യത്തിന്റെ ചാര നമ്മളൊക്കെ കടന്നു വന്നവരാണ്. ഒരു നിമിഷം പോലും പടച്ച റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇങ്ങനെ കിടക്കണല്ലോ എന്നുള്ളൊരു ബോധം നമ്മുടെ ഹൃദയാന്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നുള്ളൊരു ചിന്തയെങ്ങാനും നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഇല്ല. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഈമാൻ തന്നിട്ടില്ല. പടച്ച റബ്ബേ, ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ പടച്ച റബ്ബേ നമ്മളെല്ലാവരും കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞല്ലോ, എല്ലാ ശരീരത്തും ഇതാ മരണത്തെ രുചിച്ചറിയുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും തിരക്കിലാണല്ലോ, നമ്മളെല്ലാവരും വല്ലാത്ത വിഷമത്തിലാണ്. ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ടല്ലോ. ഇന്ന് റബ്ബേ, നമ്മൾ എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ തിരക്കിന് അഭിനയിക്കുന്ന ആളുകളാണല്ലോ. പടച്ച റബ്ബേ, എനിക്ക് ഇന്നാലും ആവശ്യമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളാണ് നമ്മളൊക്കെ. എന്നാ നമ്മുടെ
പള്ളിക്ക് മുമ്പിലൂടെ തിരക്കഭിനയിച്ചിട്ട് തിരക്കുള്ളവരായിക്കൊണ്ട് നടന്നു പോയ ആളുകളാണ് പടച്ചുറപ്പേ ഇന്ന് നമ്മുടെ പള്ളിക്കാട്ടിൽ കാണുന്നത്. അതാ മീസാൻ കല്ലിന്റെ ചുവട്ടിലോ മൈലാഞ്ചി ചെടിക്ക് താഴെയായിട്ട് നമ്മുടെ പൂർവികർ ഇന്ന് കിടക്കുന്നുണ്ടല്ലോ. ഇന്നവർക്ക് തിരക്കില്ലല്ലോ. എത്രയോ തിരക്കുകളുടെ മുമ്പിലൂടെ അവരൊക്കെ കടന്നു പോയവരാണല്ലോ. അതാ നാളെ ഞാനും കിടക്കുമല്ലോ, നിങ്ങളും കിടക്കുമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും കിടക്കുമല്ലോ. അല്ലാ അല്ലാ, അന്ന് നമുക്കൊരു തിരക്കുമില്ലല്ലോ. നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഇതാ പടച്ചുറപ്പേ അതാ നമ്മുടെ വീട്ടിന്റെ മുമ്പിലുണ്ടോ, എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടോ. പടച്ചുറപ്പേ നമ്മളിങ്ങനെ നോക്കുമ്പോ അവരോട് സംസാരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. അവരോടൊന്ന് നല്ല വാക്ക് പറയാൻ പടച്ചുറപ്പേ നമുക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടല്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ, നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. പടച്ചുറപ്പേ അല്ലാഹുവേ, നമ്മളിങ്ങനെ നിശ്ചലമായി കിടക്കുകയാ. അല്ലാഹുവേ, ആ ഒരു ദിവസം നമുക്കെല്ലാവർക്കും വരാനുണ്ടല്ലോ. അന്ന് അല്ലാഹ് നമ്മളെ കുളിപ്പിക്കുന്ന ദിവസമാണ്. അതുവരെ നമ്മൾ കുളിച്ചവരായിരുന്നു. അന്ന് നമ്മളെ കുളിപ്പിക്കുന്ന ദിവസമാണല്ലോ. അന്ന് നമ്മൾ എന്തുവരെ നമ്മൾ പുതച്ചവരായിരുന്നു. അന്നത്തെ ദിവസം നമ്മളെ പുതപ്പിക്കുന്ന ദിവസമാണല്ലോ. അതുവരെ നമ്മൾ വസ്ത്രം ധരിച്ചവരാണ്. അന്ന് നമ്മളെ വസ്ത്രം ധരിപ്പിക്കുന്ന ദിവസമാണല്ലോ. അന്ന് പള്ളിയിലേക്ക് നമ്മൾ അതുവരെ പോയവരാണ്. പടച്ചുറപ്പേ, അന്നത്തെ ദിവസം നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണല്ലോ. അല്ലാ, അന്ന് ഇതുവരെ നമ്മൾ ഏറ്റവും കൂടുതൽ പള്ളിയിലേക്ക് അവസാനമായിട്ട് റബ്ബേ പള്ളിയിൽ നിന്ന് ബാങ്കും വിളിച്ചിട്ട് അവസാനത്തെ സുഫിൽ പോയിട്ട് നിൽക്കുന്നവരായിരുന്നല്ലോ. എന്നാ അന്നത്തെ ദിവസമുണ്ടല്ലോ, അന്നത്തെ ദിവസമുണ്ടല്ലോ പടച്ചുറപ്പേ, നമ്മ എല്ലാവരെയും അതാ ഒന്നാമത്തെ സുഫിൽ കൊണ്ടുപോയിട്ട് നിർത്തുന്ന സമയമാണല്ലോ. ഒന്നാമത്തെ സുഫിൽ കൊണ്ടുപോയിട്ട് വെക്കുന്ന സമയമാണല്ലോ. നമ്മുടെ കൂട്ടുകാരും നമ്മ കൂടപ്പിറപ്പുകളും എല്ലാവരും കഴിഞ്ഞു പോരുന്ന ദിവസമാ. പടച്ചുറപ്പേ, ഇരുട്ടിന്റെ വീട്ടിലേക്ക് എടാ ഒരു വെളിച്ചം എന്തെങ്കിലും ദുനിയാവെന്ന് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണല്ലോ. ഇവിടെയൊന്നും മരണമില്ല, ഇവിടെയൊന്നും ഖബറും ഹിസാബും സിറാത്തും ഒന്നുമില്ല, അല്ലാഹുവില്ല എന്ന് പറഞ്ഞ ആളുകൾ വരെ ഇന്ന് ആരടി മണ്ണിന്റെ ചുവട്ടിലാണല്ലോ. അഹങ്കരിച്ചുകൊണ്ട് നടന്നു പോയവരല്ല ഇന്നിതാ ആരടി മണ്ണിലാ. പടച്ചുറപ്പേ, നീ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തെ നന്മയോട് കൂടിയിട്ട് വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയണല്ലോ, നമ്മളെ കൊണ്ട് കഴിയണല്ലോ. പടച്ചുറപ്പേ, അതുവരെ നമ്മൾ പടച്ച തമ്പുരാനെ ഓർത്തിട്ടില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരുമല്ലോ. ആ സമയത്ത് അല്ലാഹുവോട് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട് പറയുമല്ലോ, പടച്ചുറപ്പേ ഒരു സമയം ഞങ്ങൾക്ക് നീട്ടിക്കൊണ്ട് അല്ലാ, ഞങ്ങൾ നിസ്കരിക്കാമല്ല, ഞങ്ങൾ നോമ്പെടുക്കാമല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ല, സ്വതക്ക ഞങ്ങൾ ചെയ്യാമല്ല. പടച്ചുറപ്പേ എന്നവിടെ നിന്ന് പറയുമല്ലോ, എന്നവിടെ നിന്ന് പടച്ചുറപ്പേ നമ്മൾ ഇസ്രായേലിനെ കണ്ടുമുട്ടുമ്പോ പറയുമല്ലോ. ആ സമയത്ത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞിട്ട് കെഞ്ചിയാലും അല്ലാഹു സ്വീകരിക്കില്ല, അല്ലാഹു നമ്മെ സ്വീകരിക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രംഗം നമുക്ക് വരാനുണ്ട്. നാളെ അള്ളാന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന രംഗം നമുക്ക് വരാനുണ്ട്. ഞാനും പോകും, നിങ്ങളും പോകും, പടച്ചുറപ്പേ എല്ലാവരും പോകും. അല്ലാ ഇല്ല എന്ന് പറഞ്ഞവരും പോകും. പടച്ചുറപ്പേ അവരൊക്കെ എടുത്തിട്ട് നാളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. നാളെ അസ്രായീൽ നമ്മ മുമ്പ് വന്നിട്ട് നിൽക്കുന്നൊരു രംഗമുണ്ട്. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞിട്ട് മനുഷ്യൻ പറയുമത്രേ, അല്ലാഹുവേ പടച്ചോനെ ഒന്ന് ദീർഘിപ്പിച്ചുകൊണ്ട കുറച്ച് ഒരു സെക്കൻഡെങ്കിലും ഞങ്ങൾക്കൊന്നുകൊണ്ട ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ അല്ലാ
എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പില് അള്ളാഹിന്റെ മുമ്പിൽ കെഞ്ചുന്ന ഒരു സമയമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. അള്ളാഹുവേ, അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഈ സമയത്ത് തന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്തു. ഈ സമയത്ത് തന്നെ അള്ളാഹ്ക്ക് വേണ്ടി നന്മകൾ ചെയ്തു. അവസാനം അസ്റാഈൽ വരുന്ന സമയത്ത് നമ്മൾ കിടന്നിട്ട് കെഞ്ചിയാൽ അള്ളാഹു തആല അത് സ്വീകരിക്കൂല. അള്ളാഹു തആല അത് സ്വീകരിക്കൂല. അള്ളാഹു തആല പറയും, മോനെ, നിന്നോട് എത്ര ആളുകൾ പറഞ്ഞടാ നരകമുണ്ട്, ഹിസാബുണ്ട്, ഖബറുണ്ട്, എല്ലാം ഉണ്ടെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞില്ലേ, അതെല്ലാം നീ കേട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു സമയമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് ബോധം തരണം. അള്ളാഹ് നമുക്ക് ബോധം തരണം. ആ ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പടച്ച തമ്പുരാന്റെ അടുത്ത് ചോദിച്ചിട്ട് മേടിക്കണം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹ് നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വാപ്പ ഇന്ന് ഖബറിലല്ലേ, അല്ലേ? നമ്മുടെ ഉമ്മ നമ്മുടെ ഖബറിലാണ്. പടച്ച റബ്ബേ, നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ഖബറിലുണ്ട്, നമ്മുടെ മക്കള് ഖബറിലുണ്ട്, പല ആളുകളെയും ഭർത്താക്കന്മാർ, പല ആളുകളുടെ ഭാര്യമാരൊക്കെ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ, ഇന്ന് ഖബറിൽ കിടക്കുന്ന ഏതൊരു മനുഷ്യനുമുണ്ടല്ലോ, അവൻ വല്ലാത്ത പ്രതീക്ഷയിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, മൽ മയ്യിതു ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖ്. ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് പടച്ച റബ്ബേ, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങുന്നവനെ പോലെയാ, ഒരിക്കൽ പെട്ടവനെ പോലെയാണ് സ്വഹാബാ. ചെറിയൊരു കച്ചിത്തുരുമ്പെങ്ങാനും അവന്റെ കയ്യിലേക്ക് കിട്ടിയാൽ പടച്ച റബ്ബേ, അവന് സന്തോഷത്തോടു കൂടിയിട്ട് അതിൽ പിടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമല്ലോ. അതുപോലെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ, ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. ആരെങ്കിലും അവനിക്കൊന്ന് ദുആ ചെയ്യുമോ? ആരെങ്കിലും തന്റെ പടച്ച റബ്ബേ, എനിക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യുന്നുണ്ടോ? എന്റെ ഭാര്യയുണ്ടല്ലോ ദുനിയാവില്, എന്റെ മക്കളുണ്ടല്ലോ, തന്റെ ഭർത്താവുണ്ടല്ലോ, തന്റെ വാപ്പയുണ്ട്, തന്റെ ഉമ്മയുണ്ട്, ഇവരെല്ലാവരും ദുനിയാവിലുണ്ടല്ലോ, തന്റെ സഹോദരങ്ങളുണ്ടല്ലോ, അവരൊക്കെ എന്തെങ്കിലും നന്മ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടോ എന്നവിടുന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഖബറിലെ അവസ്ഥ. അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഖബറിലുണ്ടെങ്കിലോ അവർക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്തോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ച റബ്ബേ, ആരെങ്കിലും തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അല്ലാഹ് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്താൽ അംസാലുൽ ജിബാൽ, പർവ്വത സമാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, പടച്ച റബ്ബേ, അവർക്കത് ഖബറിൽ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ഖബറിൽ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, വഇന്ന ഹദിയത്തുൽ അഹ്യാഇ ഇലൽ അംവാത്, മരണപ്പെട്ടു പോയ നിങ്ങളുടെ കുടുംബങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ബന്ധങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഹദിയ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അൽ-ഇസ്തിഗ്ഫാർ ലഹും, അത് പാപമോചനം നടത്തലാണ്, പാപമോചനം നടത്തലാ. അതുകൊണ്ടല്ലേ അല്ലാഹുവേ, ദുആ കൊണ്ട് നമ്മളൊക്കെ വസിയത്ത് ചെയ്യുമ്പോ ഏതൊരു ഉസ്താദും അവിടെ നിന്ന് ദുആ ചെയ്യുമല്ലോ, പടച്ച റബ്ബേ, നീ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ് എന്നവിടെ നിന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാറുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിന്റെ പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ, അവിടെ ഖബറൊന്ന് വിശാലമാകാൻ, അവിടെ ജീവിതത്തിലേക്ക് നന്മകൾ കണ്ടെത്താൻ നമുക്ക് എന്തെല്ലാം നന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ, എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ, അതെല്ലാം നമ്മൾ ചെയ്യണേ, അതെല്ലാം നമ്മൾ ചെയ്യണേ. അല്ലാഹുവേ, നീ തൗഫീഖ് തരണേ അല്ലാഹ്. അവര് ഖബറിലുണ്ട് റബ്ബേ, അവരിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, തന്റെ മക്കൾ എനിക്ക് എന്ത് ചെയ്യുന്നു, തന്റെ ഭാര്യ എനിക്ക് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ട് അവരെ ഖബറിലിരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാൻ, പടച്ച റബ്ബേ, നമ്മുടെ ഖബറിൽ നമ്മുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പടച്ച റബ്ബേ, ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എന്റെ ബന്ധപ്പെട്ടവരുണ്ടല്ലോ അല്ലെ, അവർ എന്തെങ്കിലും നന്മ എനിക്ക് ചെയ്യുമോ, എനിക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഖബറിൽ ഇങ്ങനെ കാത്തിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മരണം എല്ലാവർക്കും വരും, മരണം എല്ലാവർക്കും വരും. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. മരണപ്പെട്ടു പോയവരെ പടച്ച റബ്ബേ പ്രത്യേകമായിട്ട് അവർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുന്ന പവിത്രമായ ദിവസമായിരുന്നു. പടച്ചവനെ, നമ്മളൊക്കെ നന്മകൾ ചെയ്തല്ലോ അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വല്യപ്പാർക്കും ഒക്കെ നമ്മൾ നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട് അല്ലെ, ഒരുപാട് ആൾക്കാരല്ലേ, അവരൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു ഫാത്തിഹ ഓദിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അല്ലാഹു തആല ഈ ഫാത്തിഹ അവിടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ഒന്ന് ഹദിയ ചെയ്യും. മനസ്സിൽ വിചാരിക്കും, തന്റെ പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും പടച്ചോനെ, മരണപ്പെട്ടു പോയ വല്യപ്പാക്ക് വല്യമ്മാക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട് അല്ലെ, ഒരുപാട് ആളുകളുണ്ട്. പടച്ചോനെ, അവിടെയൊക്കെ ഖബറിലേക്ക് ഒന്ന് ഹദിയ ചെയ്യാം. പടച്ചോൻ അവരെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ആ നല്ല നീയത്ത് എപ്പോഴും വേണം. നമ്മുടെ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും പടച്ചോനെ, ഇത് അവിടെ ഖബറിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാ എന്നുള്ളൊരു നീയത്ത് നമ്മുടെ മനസ്സിനകത്ത് വേണം. അല്ലാഹു തരട്ടെ, അല്ലാഹു തരട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് അല്ലാഹു ജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഹലാല മുറാദ് അല്ലാഹു തആല വിട്ടട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയാണ്, മരിച്ചു കഴിഞ്ഞാൽ ഖബറിനകത്തിരിക്കുന്നത്, ഒരു മനുഷ്യനിങ്ങനെ ഖബറിനകത്തിരിക്കുമ്പോ പടച്ച റബ്ബേ അവൻ പ്രതീക്ഷിക്കുകയാണ്, തൻ്റെ കൂട്ടുകാരും തൻ്റെ നാട്ടുകാരും എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന്. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിന്റെ ചാരത്തേക്ക് നമ്മുടെ മക്കളും നമ്മുടെ ബന്ധപ്പെട്ടവരും എല്ലാവരും കടന്നു വരണമെങ്കിൽ ഇന്ന് നമ്മൾ പറയണം നമ്മുടെ മക്കളോട്, മക്കളെ, എൻ്റെ വാപ്പ ഇന്ന് പള്ളിക്കാട്ടിലുണ്ട് കേട്ടോ, എൻ്റെ ഉമ്മ ഇന്ന് ആറടി മണ്ണിലാണ്, ഖബറിലാണ്. അവിടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് നീ ഒരു യാസീൻ ഓതനട്ടോ, നീ ഒരു ഫാത്തിഹ ഓതനട്ടോ. വെള്ളിയാഴ്ച നീ പള്ളിക്ക് പോകുമ്പോ എൻ്റെ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് നീ പള്ളിക്കൊക്കെ ഒന്ന് കയറാൻ പാടുള്ളൂട്ടോ എന്ന് നമ്മുടെ മക്കളോട്, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ കഴിയണം, നമുക്ക് പറയാൻ കഴിയണം. എന്നിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. എന്ന നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ പേരമക്കളോട് നമ്മുടെ മക്കൾ പറയും, മോനെ, എൻ്റെ ഇന്ന് വാപ്പ ഇന്ന് ആരുടെ മണ്ണില, എൻ്റെ ഖബർ, അവരുടെ ഖബർ വിശാലമാകാൻ നീ ഒന്ന് ദ്വാരിക്കണം കേട്ടോ, അവിടെ ഖബറിന്റെ ചാരത്ത് നീ ഒന്ന് ചെല്ലണം കേട്ടോ എന്ന് നമ്മുടെ മക്കള്, എൻ്റെ പ്രിയമുള്ള അവരുടെ മക്കളോട് പറയും. അവരും വന്ന്